ഹലോ. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ സൺഡേ ആയിട്ട് അമ്പലത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഞാനുണ്ടായിരുന്നില്ല ഈ പ്ലാനിൽ. ഏട്ടനും മോളും കൂടി പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് മോള് ഞാനില്ലാണ്ട് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും വേഗം കുളിച്ചൊരുങ്ങി. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി എണീക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേ ലേറ്റായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ആദ്യം ഇവിടെ കോട്ടപ്പുറം കാവിൽ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ പരിയാണപ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ കുരുതി പൂജ ഉണ്ടായിരിക്കും, അരിയറ്, അങ്ങനെ കുറേ ലേറ്റായിട്ട് നട അടയ്ക്കുള്ളൂ. ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം കുരുതി പൂജയുടെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ വണ്ടി നിർത്തി. നല്ല വെയിലായിരുന്നു, നല്ല ചൂടും പുകയുണ്ട്. മോള് മുട്ടയും കൂടി അടിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെ പരിയണപ്പറ്റയിൽ പോയതുകൊണ്ട് തന്നെ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുളിച്ചുടനെ ഇറങ്ങും കൂടി ചെയ്തില്ല. പേടിയായിരുന്നു നീരിറക്കമൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. നമ്മൾ നേരെ തൊഴുകാൻ വേണ്ടി വേഗം പോവുമായിരുന്നു. കാരണം അവിടെ അരിയറ് നടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല അരിയറ്. ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴേക്കും വെളിച്ചപ്പാട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അരിയറ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ പോയി. പക്ഷെ നേരെ നിന്ന് തൊഴുകാൻ പറ്റിയിട്ടോ. തിരക്കൊഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയിട്ട് തൊഴുതു. വഴിപാടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് അവിടുന്ന് സൈഡിൽ നിന്ന് പ്രസാദമൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോഴാണ് അവിടെ വെളിച്ചപ്പാട് പൈസ വെച്ചിട്ട് ഇങ്ങനെ ഒഴിയണ പരിപാടി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ വാളിൽ. അപ്പോൾ ഏട്ടനും മോളും കൂടി പോയിട്ട് അവളെ വാളിൽ പൈസയൊക്കെ വെച്ചിട്ടൊന്ന് ഒഴിഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിഘ്നേശ്വരൻ്റെ അവിടെ നാഗത്തന്മാരുടെ ഒക്കെ അവിടെ വലം വെച്ച് തൊഴുതിട്ട് അപ്പോഴാണ് മോൾക്ക് അവിടെ കുളത്തിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുളത്തിൽ മീനൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ പുനരുദ്ധാരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളത്തിൻ്റെയൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് അവിടുത്തെ സെറ്റിങ്സൊക്കെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുക ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കൂടെ അവൾ എപ്പോഴും പോവും. അവൾ കുറേ അവിടെ ഓടിക്കളിച്ചു. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ അവിടെ. എന്നിട്ട് ഞാൻ മോളെ എടുത്ത് നമ്മൾ നേരെ കുളത്തിലേക്ക് പോയി. കുളത്തിൽ പോയി നല്ല വെള്ളം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നമ്മളിടയ്ക്ക് വരാറുണ്ട്, വന്നിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇത് നമുക്ക് നോർമലി എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ജനറലാണ്. അവിടെ വെറുതെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ പോയി. വഴുക്കലൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. പക്ഷെ എപ്പോഴും ഈ വെള്ളം ഈ കൺസിസ്റ്റൻസിയോടെ നിൽക്കാറുണ്ട്. നല്ല രസമാണ്. നമുക്കിങ്ങനെ ഉള്ളിലേക്ക് താഴത്തേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിട്ട് നല്ല ഭംഗിയായിട്ടോ അവിടെ കാണാൻ. അപ്പം കുറച്ച് നേരം അവളവിടെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിച്ച്. മോള് കുളത്തിന് കുളാന്നാണ് പറയുക. അപ്പോൾ കുളയിൽ പോവാ പറയുക അവൾ. അപ്പോൾ അവളൊന്ന് പോയി വെള്ളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് കളിപ്പിച്ച് നമ്മൾ തിരിച്ച് പോരാൻ വിചാരിച്ചു. കാരണം വേറെ വഴിപാടും പരിപാടിയൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നുകൊണ്ട് തന്നെ നല്ല വെയിലും അല്ലേ. അപ്പോൾ വേഗം റിട്ടേൺ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. സൺഡേ അല്ലേ പറയാമല്ലോ, നമുക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് ഒക്കെ സാന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോഴാണ് നമ്മളൊരു തവളേനെ കണ്ടത് കേട്ടോ. തവളേനെയും മീനിനെ കാണാണ്ടായിരുന്നില്ല. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുകയാണ്, എന്താ മീനിനെ ഇവിടെ കാണാത്തത്. മുമ്പ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ വന്ന സമയത്ത് അവൾ മീനിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വലിയ മീനുണ്ട് കേട്ടോ അടിയിൽ കൂടെ. ആകെ ഇന്ന് നമ്മൾ തവളേനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തവളേനെയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു. ഏട്ടനും അത് കാലൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ പോയ പണിയുണ്ട്, ഇത് കാവലിക്ക് മാത്രം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പരിയണപ്പറ്റയ്ക്ക് വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ മോളിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അമ്മമ്മയുടെ വീട്ടിൽ പോകണം, എനിക്ക് അമ്മമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ടൈമില്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും കയറിയില്ല, നേരെ പോന്നു. മോള് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ചൂടില്ല, അപ്പോൾ ഒന്ന് റിഫ്രഷിങ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടാണ് കേട്ടോ. നല്ല രുചിയാണ് ഇവിടുത്തെ ഇളനീർ ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ല തിക്കാണ്, നല്ല മധുരം ഉണ്ടായിരിക്കും. അടിപൊളിയാണ് ഇവിടുത്തെ ജ്യൂസ്. ഞാൻ ഇതിന് മുമ്പ് വേറെ സ്ഥലത്ത് കുടിച്ചിട്ട് അവർ വെള്ളം ഒഴിച്ച് നീട്ടി തന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല കൺസിസ്റ്റൻസി കേട്ടോ. മോളും ഏട്ടനും കരിമ്പ് ജ്യൂസിൻ്റെ ആൾക്കാരാണ്. എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കൂടുതൽ ഇളനീർ ജ്യൂസ് ഇഷ്ടം. അപ്പം ഞാനൊരു തണുത്ത ഇളനീർ ജ്യൂസ് കുടിച്ചു. പ്രൈസ് അഫോർഡബിളാണ് കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു നമ്മൾ ഈ വെയിലത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ. പിന്നെ വീട്ടിൽ പോയ പണിയുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് നമ്മുടെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ പുതിയൊരു പരീക്ഷണത്തിൽ നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, നെയ്ച്ചോറും. ഇന്ന് ഞാൻ ഷവായി ചിക്കൻ ഉണ്ടാക്കണം, മസാല ഷവായി ആയിട്ട് ഉണ്ടാക്കണേ. അതിന് നമ്മൾ കുറച്ച് ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, തക്കാളി, പിന്നെ എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പൈസസാണ് ഇട്ടത്. പിന്നെ അതൊക്കെ പാടെ ഒന്ന് നന്നായി പേസ്റ്റാക്കി അരച്ചിട്ട് ബാക്കി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി, മുളക് പൊടി,
ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നന്നായിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടാണ് ചെയ്തത്. നമ്മളിത് യൂട്യൂബിൽ റെഫറൻസ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ കുക്കറിൽ എല്ലാം ഇട്ട് മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ. പിന്നെ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. നെയ്ച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്ക് കൂടുതൽ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് പട്ടാണിയും ക്യാരറ്റും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ നെയ്ച്ചോറ് അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓയിലിൽ കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുക്കറിൽ ഇത് ഒരു 2 വിസിലടിച്ചു. എന്നിട്ട് ആ വിസിലടിച്ചിട്ട് എയർ കളഞ്ഞിട്ട് പിന്നെ നമ്മളിനി ഇത് ഇങ്ങനെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണം. ലെഗ് പീസ് രണ്ടും ഒന്ന് മോൾക്കും അങ്ങനെ നമ്മൾ എടുത്തതാണ്. അങ്ങനെ നമ്മളൊന്ന് എണ്ണയിൽ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തു. അങ്ങനെ എല്ലാ പീസും ഞാൻ ഫ്രൈ ചെയ്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് മസാല ഇടുക ചെയ്തത്. അടുപ്പിലാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കണം. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇളക്കാനും ഒക്കെ സുഖമായിരിക്കും. നമ്മൾ കുറച്ച് തോനെ വയ്ക്കുമ്പോൾ കൂടുതൽ ഞാൻ അടുപ്പിലാണ് വയ്ക്കാറ്. അല്ലെങ്കിൽ അത് ഞാൻ കുക്കറിലൊരു 2 വിസിൽ അടുപ്പിക്കുക ചെയ്യുക. ഞാൻ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ മസാലകളുണ്ടല്ലോ, ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരുംജീരകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഏട്ടനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക, നിനക്കിതൊക്കെ ഒന്ന് ഒരുമിച്ച് എടുത്ത് വെച്ചുകൂടെ. ഞാനാണെങ്കിലും അത് അമ്പലത്തിൽ പോയി വന്ന് ലേറ്റായതിൻ്റെ ഇതിൽ ഓരോന്ന് പെട്ടെന്ന് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത്. ഇതൊന്നും പ്ലാനിങ്ങിലില്ല. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പട്ടാണിയൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മയ്ക്ക്. കൂടുതൽ അവർ ഈ ബിരിയാണീനേക്കാളും ഇഷ്ടം ഇവിടെ അമ്മയ്ക്ക് നെയ്ച്ചോറ് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നന്നായി കഴിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ബിരിയാണി ആണെങ്കിൽ കുറച്ചേ കഴിക്കുള്ളൂ. ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറുമില്ല കേട്ടോ. നമ്മളെല്ലായിടത്തും എല്ലാ വെജിറ്റബിൾസും എപ്പോഴും കയ്യിലുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ അരി ഒന്നും കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ജസ്റ്റ് ഇങ്ങനെ അരി പൊട്ടണ പോലെ ആകുമ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് വെള്ളം അതിലേക്ക് അളന്നെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയുള്ളൂ. കുറച്ച് എൻ്റെ അടുത്ത് നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനെഗിരിയാണ് കേട്ടോ ഒഴിച്ചത്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ എനിക്ക് വന്നു. ഞാൻ എപ്പോഴും നാരങ്ങ നീരാണ് യൂസ് ചെയ്യാറ്. പിന്നെ കുറച്ചിത് മസാല കരിഞ്ഞതല്ല കേട്ടോ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് നന്നായി മൊരിയിച്ചെടുക്കുക ചെയ്തത്. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ലേശം ഉണ്ടാക്കിയുള്ളൂ. കാരണം മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നന്നായി കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. ഒരു മുട്ട എടുത്തിട്ട് ഒരു 2-3 പോള വെളുത്തുള്ളിയും കുറച്ച് വിനെഗിരിയും ഒരു 2 പിഞ്ച് ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തു ആദ്യം. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓയിൽ ഒഴിച്ചൊഴിച്ച് നമ്മൾ ആ തിക്നെസ്സിനനുസരിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഷവായ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് എൻ്റെ അറ്റംപ്റ്റാണ്. ഞാൻ എപ്പോഴും നോർമലി നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയോ ചില്ലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറ്. അതിൻ്റെ ഇടയിൽ കൂടെ മോള് വരുന്നുണ്ട്. അവൾക്ക് ഇന്ന് അവളുടെ ഫുഡും അവളുടെ കാര്യങ്ങളും ഒന്നും സെറ്റായിട്ടില്ല. വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വാശിയുണ്ട് അവൾക്ക്. അപ്പം ഞാൻ എടുക്കണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല അരിയായിരുന്നു കേട്ടോ. ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഞാനപ്പം അരി ഇനി വേവ് കുറയോ വിചാരിച്ചിട്ട് ഒരു 2-3 കനൽ അതിൻ്റെ മുകളിലിട്ട് ദമ്മിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്തപ്പോൾ പാകമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വറുത്ത് കോരിയ ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ പാടിട്ടിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ കഴിക്കാൻ തന്നെ കേട്ടോ ഇരുന്നത്. കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അപ്പോഴേക്കും 1 മണിയൊക്കെ ആയി. അപ്പം ഞാൻ വേഗം ചൂടോടെ അമ്മോട് പറഞ്ഞു നമുക്ക് വാഴയിലയിൽ കഴിക്കാറുണ്ട്. നമ്മൾ ചൂടത്ത് ഒന്ന് ചൂടാറാൻ സുഖമാണല്ലോ. അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ വിളമ്പി വെച്ച് സാലഡും മയോണൈസും ഷവായൊക്കെ കൂട്ടിയടിച്ച് സത്യം പറയാലോ നല്ല അടിപൊളി ഷവായായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.